സക്സസ്ഫുൾ ആയിരുന്ന ലൈഫ് മിഷൻ പദ്ധതി ഇപ്പോൾ അടിമുടി മാറ്റി എഴുതിയിരിക്കുകയാണ് പുതിയ സർക്കാർ അല്ലേ. കാരണം പ്രതിപക്ഷത്തിരുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ അവർ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ കേരയിൽ പദ്ധതിയും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ലൈഫ് പദ്ധതി എല്ലാം മാറ്റി എഴുതണം. അത് അവർ ഭരണത്തിൽ കയറിയപ്പോൾ തന്നെ ഇത് രണ്ടിൽ കേരയിൽ മാറ്റം വെക്കപ്പെട്ടു. അടുത്ത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ലൈഫ് പദ്ധതിയിലും അവർ അടിമുടിയായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ്, ഭവനമില്ലാത്തവർക്ക്, വസ്തു ഇല്ലാത്തവർക്കെല്ലാം ഈ ലൈഫ് പദ്ധതിയിലൂടെ സുരക്ഷിതമായ ഒരു ഇടം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ 2017 രൂപീകരിച്ച ഒരു പദ്ധതിയായിരുന്നു. ഇപ്പം അതിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ മാറ്റം കൊണ്ട് കേരളത്തിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് പുതിയ സർക്കാർ കൊടുക്കുന്നത്? അതായത് ഇതിന്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ഒരു ആശങ്ക ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലൈഫിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, വീട് പണി പൂർത്തീകരിക്കാതെ പകുതിക്ക് വെച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി ഈ വീട് പണി പൂർത്തിയാക്കുക, ഈ പദ്ധതി ഇല്ലാതാവുമ്പോൾ എങ്ങനെയായിരിക്കും ഇവർ ഉൾപ്പെടുത്താൻ പോകുന്നത്? ഇപ്പോഴത്തെ ഗുണഭോക്തൃ ലിസ്റ്റിൽ പെട്ടിരിക്കുന്നത്, അതായത് ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇനിയും ആൾക്കാരുണ്ടല്ലോ. കഴിഞ്ഞ സർക്കാരിന്റെ കാലങ്ങളിൽ വെച്ച് നൽകിയത് 5 ലക്ഷത്തിനടുത്ത വീടുകളാണല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇനി ബാക്കിയുള്ള ഗുണഭോക്തൃ ലിസ്റ്റിൽ പെട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് വീട് കിട്ടുക എന്നുള്ളൊരു ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ ഗുണഭോക്തൃ പട്ടികയിൽ പെട്ടവരെ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ പദ്ധതിക്കായി വീടുകൾ പൊളിക്കുകയോ ഷെഡിൽ മാറി താമസിക്കുകയോ ഒക്കെ ചെയ്ത ആൾക്കാരെ വേണ്ടിയിട്ട് എന്താണ് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാൻ പറ്റുക, ഇല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ഒരു നിർദ്ദേശമാണ് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫ് പദ്ധതി തുടങ്ങിയത് മുതൽ ലൈഫ് പിണറായി വിജയന്റെ സർക്കാരിന്റെ ഒരു വലിയ അഭിമാന പദ്ധതിയായിരുന്നു. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ ഭവന പദ്ധതികളെയും ഒന്നിച്ച് ഒരു ഷെൽട്ടറിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ള. അപ്പോൾ മുമ്പ് എങ്ങനെയായിരുന്നു? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വകുപ്പിന്റെ കീഴില്, പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ കീഴിൽ ഇതിന് അവർക്ക് അവരുടേതായ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് ഭവന നിർമ്മാണം, അതുകൂടാതെയും ഭവന നിർമ്മാണങ്ങൾ ഭവന പദ്ധതികൾ ഉണ്ടായിരുന്നു. പല വന്നിരുന്ന സർക്കാരുകൾ ആ പദ്ധതികൾ വെച്ചുകൊണ്ടായിരുന്നു. പക്ഷെ അതിനകത്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് തന്നെയാണ് ഇത് വിമർശിക്കപ്പെടാനുള്ള കാരണം. ഇത് വന്ന സമയം മുതൽ വിമർശിക്കപ്പെടാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു നീക്കുകയാണ്. അവർക്ക് അക്കാര്യത്തിൽ ഒരു അധികാരമില്ലാതെ വന്നു. ഒരു വികേന്ദ്രീകരണം കൊണ്ടുവന്നത് ആരാണ്? അത് ഇടത് സർക്കാർ കൊണ്ടുവന്ന ഒരു വലിയ വിപ്ലവപര മാറ്റമായിരുന്നു കേരളത്തിൽ സംഭവിച്ചത്. വികേന്ദ്രീകരണം കൊണ്ടുവരിക എന്നുള്ളത്, അത് ത്രിതല പഞ്ചായത്തുകളിലേക്കും കൂടി അധികാരം ചെല്ലുകയും അവർക്ക് പല കാര്യങ്ങളിലും അധികാരം കൂടുതൽ നൽകുകയും ചെയ്യുന്നിട്ടുള്ള ഒരു സംവിധാനം. ആ സംവിധാനത്തിൽ നിന്ന് മാറി അതേ നയം ഉണ്ടായിരുന്ന LDF സർക്കാർ തന്നെ അതിൽ നിന്ന് മാറിയിട്ട് വ്യതിചലിച്ചുകൊണ്ട് ഒരു അധികാര കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ലൈഫ് മിഷൻ പദ്ധതി വന്നത്. അപ്പം ഈ പദ്ധതികളെല്ലാം, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജനയുണ്ട്, അതുകൂടാതെ പല പദ്ധതികളും ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുണ്ട്, സംസ്ഥാന സർക്കാരുകൾ നടത്തിക്കൊണ്ടിരുന്ന വിവിധ വകുപ്പുകൾ വഴി നടത്തിക്കൊണ്ടിരുന്ന ഭവന പദ്ധതികളുണ്ട്. ഇതെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നേതൃത്വം നൽകുന്ന ലൈഫ് മിഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് കൊണ്ടുവന്നതും. അങ്ങനെ തന്നെയാണ് ഒരു പ്രചാരണം. ഈവൻ നമ്മൾ ആലോചിച്ച് മനസ്സിലാവും, ഇലക്ഷൻ ഉൾപ്പെടെ ലൈഫ് പദ്ധതി ഒരു വലിയ അഭിമാന പദ്ധതിയായിട്ടാണ് എടുത്തു കാണിച്ചത്. ഇത്ര ലക്ഷം വീടുകൾക്ക് ഞങ്ങൾ വീടുകൾ വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അപ്പോൾ പല കണക്കുകളും അതിനെതിരായിട്ട് വന്നു. കാരണം ഇത്ര മാത്രമാണ് നൽകിയത്, അതിന് മുമ്പുള്ള ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നുള്ളതും ഇല്ലെങ്കിൽ മുമ്പ് വച്ചു കൊടുത്ത വീടുകളുടെ കണക്കുകളൊക്കെ വന്നു. പക്ഷേ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ, ലൈഫ് മിഷനെ സംബന്ധിച്ചിട്ട് പണ്ടും ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒന്ന് 2021 തിരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ, കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന UDF ഉന്നയിച്ചിരുന്ന ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറഞ്ഞതിന്, ഏറ്റവും വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിലുള്ള ആരോപണങ്ങളാണ്. എന്ന് വെച്ചാൽ അതിനകത്തുള്ള ക്രമക്കേടുകളും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വടക്കാഞ്ചേരി ഫ്ലാറ്റ് വിവാദം ഉൾപ്പെടെയുള്ള സംഗതികൾ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ പല വിവാദങ്ങളും ഈ ലൈഫ് പദ്ധതിയെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് നിർമ്മാണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പലപ്പോഴായിട്ട് ഇതിന്റെ കാര്യങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിൽ തന്നെ ഇതിനകത്ത് വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വിവാദം മുന്നോട്ട് വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇതൊന്നും ശരിയോ തെറ്റോ എന്നുള്ള, എൻ്റെ മെറിറ്റിലേക്കല്ല നമ്മൾ പോകുന്നത്, പക്ഷെ വിവാദങ്ങൾ എപ്പോഴും ലൈഫ് മിഷനെ
പിന്തുടർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക്, തീരദേശത്ത് നിന്ന് മാറ്റി താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഫ്ലാറ്റ്, പിന്നെ ഇത് ആദിവാസി മേഖലയിൽ നിന്ന് മാറ്റി താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു ഫ്ലാറ്റ്. അപ്പോൾ ഇതൊരു മുമ്പത്തെ ലക്ഷം വീട് കോളനികൾ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റ് തന്നെ പുനർനിർമ്മിച്ച് അതൊരു ഫ്ലാറ്റ് മോഡൽ ഉള്ള അത്തരം കോളനികളാക്കുന്നത്, ഫ്ലാറ്റ് ഒരു കോളനി ആവുന്ന ഫ്ലാറ്റ് ആക്കുകയാണോ വീണ്ടും ഈ സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറെ തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ ഇതിനകത്ത് വേറെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ അവരുടെ ഉപജീവന ഒക്കെ കൂടെയായിരുന്നല്ലോ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിട്ടൊക്കെ കടൽ തീരത്ത് താമസിക്കുക, തീരദേശത്ത് താമസിക്കുക എന്നുള്ള. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് ഒരു ഫ്ലാറ്റിലേക്ക് ഇടുമ്പോൾ ഉണ്ടാവുന്നിട്ടുള്ള പ്രശ്നങ്ങൾ പലരും ഇതിനെ പോസിറ്റീവായിട്ടും പറയുന്നുണ്ട്. കാരണം അവർക്കൊരു വീട് കിട്ടുക, അടച്ചുറപ്പുള്ളൊരു സംരക്ഷണമുള്ള ഒരു സംഗതി കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അപ്പോഴും അങ്ങനെ ഒരു ഉപജീവന മാർഗം ശരിക്കും ഈ ലൈഫ് പദ്ധതി വഴി വിഭാവനം ചെയ്യുന്നുണ്ട്, അവർ അഷ്വർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അത് തടസ്സപ്പെടുന്ന പല കാര്യങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. LDF സർക്കാർ നമ്മൾ പറഞ്ഞു ലൈഫിൽ ഒരുപാട് ഭവനങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം കേട്ടിട്ടുണ്ടായിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് എങ്ങനെ വീട് കൊടുക്കാതിരിക്കാം എന്നുള്ള അജണ്ടയായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ലൈഫ് പദ്ധതിയിലേക്ക് അനുവദിക്കണമെങ്കിൽ അയാൾക്ക് റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം. ഒരു റേഷൻ കാർഡ് ലഭിക്കണമെങ്കിൽ അയാൾക്ക് അയാളുടെ സ്വന്തമായ പേരിൽ വസ്തുവോ അല്ലെങ്കിൽ വീടോ ഉണ്ടെങ്കിൽ മാത്രമാണ് റേഷൻ കാർഡിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീടില്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് റേഷൻ കാർഡ് കിട്ടാൻ യാതൊരു തരത്തിലുള്ള സാഹചര്യങ്ങളും ഇല്ല. അപ്പോൾ അതിനർത്ഥം എന്താ, വീടും ഇല്ലാത്തവരെ സംബന്ധിച്ചത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ അവർക്ക് എന്തായാലും വീട് കിട്ടാനുള്ള സാധ്യത. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന വേറൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെ ചോദിക്കേണ്ട. ഇപ്പൊ 5 ലക്ഷം പേർക്ക് ലൈഫിലൂടെ വീട് വെച്ച് കൊടുത്തു എന്ന് പറയുമ്പോഴും ഇത് അർഹരായിട്ടുള്ളവർക്ക് തന്നെയാണോ, ഈ എത്തേണ്ട കൈകളിൽ തന്നെയാണോ ഇത് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് നമ്മൾ കുറേയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഈ തരത്തിലുള്ള ഒരു പൊളിച്ചുമാറ്റം ചിലപ്പം വളരെ ഉപകാരപ്പെട്ടിരിക്കും അല്ലെ. എ.ഡി. തോമസിന്റെ കാര്യം എനിക്ക് എ.ഡി. തോമസിന്റെ നമ്മൾ അന്ന് കേട്ടിരുന്നു. അദ്ദേഹം MLA ആയ സമയത്ത് അമ്മ ഒരു വാർത്തയിലൂടെ പറഞ്ഞിരുന്നു, ആദ്യം എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് കിട്ടാന്നുള്ളത്. ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്നതാണ് അവര്. പക്ഷെ അവർക്ക് ഈ വീട് കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും അവരെ ഇതിൽ നിന്ന് 10 വർഷത്തെ ഈ ലൈഫ് പദ്ധതിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മുമ്പത്തെ ഗുണഭോക്തൃ ലിസ്റ്റിൽ പെട്ടതായിരുന്നു. എന്നിട്ട് അവരെ അങ്ങനത്തെ ഒരുപാട് ആരോപണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്നിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഇപ്പൊ ഫ്ലാറ്റൊക്കെ കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിൽ പോലും ഇതിന്റെ ഒരു കാലാവധി ഇത്ര വർഷത്തെ മാനദണ്ഡങ്ങൾ പലതായിരുന്നു. അതായത് ഇത് വ്യവസ്ഥകൾ പലതും എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ആൾക്കാർക്ക് ഭൂമിയും വീടും ഇല്ലാത്ത ആൾക്കാർക്ക് ഭൂമിയും വീടും കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. അതായത് പ്രത്യേകിച്ച് ഇപ്പം ദളിത് നേതാക്കളും അവകാശ പ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമുക്ക് ഭൂമിയും വീടും വേണ്ടത് എന്തിനാണ്? ഒരു ഭൂമിയും വീടും കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമുക്കതൊരു അധികാരമാണ്. അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ലോൺ വെക്കുക, അത് വെച്ചിട്ട് വിദ്യാഭ്യാസത്തിനാണെങ്കിലും വിവാഹത്തിനാണെങ്കിലും ഇല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അങ്ങനെ ഇതിനെ ഒരു മൂലധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. പക്ഷേ ഈ ലൈഫ് പദ്ധതി വഴി കൊടുത്തിരുന്ന വീടുകളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധ്യതകൾ, പ്രത്യേകിച്ച് ഫ്ലാറ്റുകൾക്ക് സാധ്യതകൾ പൂർണ്ണമായിട്ടും ആ വ്യവസ്ഥകളിലൂടെ തട്ടി നിൽക്കുകയായിരുന്നു. അപ്പം അതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വന്നായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം ഇതിനകത്ത് പരിപൂർണമായിട്ടും ഇല്ലാതാക്കി കൊണ്ടായിരുന്നു ലൈഫ് മിഷൻ പദ്ധതി വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പം അതായത് ഈ പദ്ധതി വികസന ഫണ്ടില്ലേ, അതായത് പ്ലാൻ ഫണ്ട് കൊടുത്താൽ പോലും തദ്ദേശ സ്ഥാപനങ്ങളിൽ സർക്കാർ കൊടുക്കും ബജറ്റ് വഴി. ഇത് കൊടുത്താൽ പോലും അതിൽ നിന്ന് 80% പൈസ അവിടെ നിർത്തിക്കൊണ്ട് 20% തുക സർക്കാർ തിരിച്ചെടുക്കുമായിരുന്നു. എന്തിനാണ്? ലൈഫ് മിഷന് വേണ്ടിയിട്ട്. ഈ ലൈഫ് മിഷൻ എവിടെ നിന്നാണ് തീരുമാനിക്കപ്പെടേണ്ടത്? ഇപ്പോൾ ഓരോരുത്തരുടെ വാർഡുകളിൽ നിന്നും ഓരോരുത്തരുടെ ഗ്രാമസഭകളാണല്ലോ ഏറ്റവും നീഡി ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കേണ്ടതും. വോട്ടർമാരടങ്ങുന്ന ഗ്രാമസഭകളിൽ നിന്നാണ് ഈ ഏതൊക്കെ വോട്ടർമാർക്കാണ് ഇല്ലെങ്കിൽ ഏതൊക്കെ അവിടെ താമസിക്കുന്ന ആൾക്കാർക്കാണ് വേണ്ടത് എന്നുള്ളത് അവർക്കാണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്നതും. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന ലിസ്റ്റ്, ഏറ്റവും ആവശ്യമുള്ളവരുടെ ലിസ്റ്റ് അവിടുന്ന് തയ്യാറാക്കാനും പറ്റും. പക്ഷെ ഇത് അതിന് പകരം മുകളിൽ നിന്ന് താഴത്തേക്ക് അധികാരം വരുന്ന ഒരു സംവിധാനമായിട്ട് ലൈഫ് മിഷൻ മാറിയിട്ടുണ്ടായിരുന്നു.
മുഖ്യമന്ത്രിയിൽ നിന്ന് ജില്ലാ തലത്തിലേക്ക് എത്തുന്നു, ജില്ലാ തലത്തിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുമ്പോൾ ഇവർ ലിസ്റ്റ് തയ്യാറാക്കി നൽകുന്നു. അങ്ങനെ ഒരു രീതിയിലായിരിക്കും നൽകിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു പൊളിച്ചെഴുത്തലിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഒരു തരത്തിൽ ആവാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ഗ്രാമസഭകൾക്ക് അധികാരം കൂടും, പഞ്ചായത്തുകൾക്ക്, ത്രിതല പഞ്ചായത്തുകൾക്ക് അധികാരം കൂടും, അവർക്ക് ഗുണഭോക്തൃ ലിസ്റ്റുകൾ ഉണ്ടാക്കാം. ഗ്രാമസഭകൾ ചർച്ച ചെയ്ത് ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാക്കി വിടുന്ന ആൾക്കാർക്ക് മറ്റു ഭവന പദ്ധതികൾ, ഇപ്പൊ ഭവന പദ്ധതികൾ ഇല്ലാതാവും എന്നൊരു കൺസെപ്റ്റ് കേരളത്തിൽ എന്തായാലും നടപ്പാവാനും പോകുന്നില്ല, നടപ്പാക്കുകയില്ല സർക്കാർ. അത് ഏത് സർക്കാർ വന്നാലും. കാരണം കേരളത്തിൽ എത്രയോ ആളുകളാണ് ഭൂമിയും വീടും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ അവർക്ക് കൊടുക്കുക ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെ വീട് കൊടുക്കാം എന്നുള്ള സ്വാഭാവികമായിട്ടും പദ്ധതികൾ ഉണ്ടാവും. പക്ഷെ ആ പദ്ധതികൾ എങ്ങനെയാവും എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഇതേപോലെ ഒരു ഒറ്റ പദ്ധതിയുടെ ഭാഗമായിട്ടാണോ, അതോ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് മുമ്പുണ്ടായിരുന്ന മാതിരി ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും തിരിച്ചു കൊടുക്കുന്നതോ. ഈ ലൈഫ് മിഷൻ കൊണ്ടുവന്നപ്പോൾ സർക്കാർ നേരിട്ട ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നായിരുന്നു PMAY പോലത്തെ പദ്ധതികൾ പരിപൂർണമായിട്ടും കേന്ദ്രത്തിന്റെ ഫണ്ടും സംസ്ഥാന ഫണ്ടും ഒക്കെ കിട്ടേണ്ട സ്ഥാനത്ത് അത് പലതും നമുക്ക് വിനിയോഗിക്കപ്പെടാൻ പറ്റുന്നില്ല. പലർക്കും ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നില്ല, ആവശ്യക്കാരിലേക്ക് ഈ ഫണ്ടുകൾ എത്തുന്നില്ല എന്നുള്ളത്. അത് ഈ ലൈഫ് മിഷൻ ആയിരുന്നു ഇതിന് പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്നുള്ള രീതിയിലുള്ള വാദങ്ങളായിരുന്നു അന്ന് പലപ്പോഴും ഉയർന്നത്. പല ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. ഇപ്പോഴാണെങ്കിൽ കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റ് മരിച്ച ദീക്ഷിലിന്റെ വീട്ടിലെ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ്. ഏറ്റവും ദയനീയമായിട്ടുള്ള സാഹചര്യത്തിൽ ആ ഒരു രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ഒരു വീട്ടിൽ ആ കുട്ടി കിടന്നത് ആ മണ്ണിൽ കിടന്നുറങ്ങിയത് കൊണ്ടാണ് അതിനെ പാമ്പ് കടിച്ചത് മരണപ്പെടാൻ. അതുപോലെ തന്നെ വൈദ്യുതാഘാതമേറ്റ് മരിച്ച ആ കുട്ടിയുടെ വീട്ടിലോ അതുങ്ങൾക്ക് ജീവിക്കാൻ ഇത്രയും നിർധനരായിട്ടുള്ള യാതൊരു മാർഗവുമില്ലാത്ത ഒരുപാട് മനുഷ്യന്മാര് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. പക്ഷെ അനുവദിക്കപ്പെടേണ്ടവർക്ക് അല്ലെങ്കിൽ അർഹിക്കപ്പെട്ടവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് നമുക്ക് മുമ്പുണ്ടായിരുന്ന ഭവന പദ്ധതികളുടെയൊക്കെ മാനദണ്ഡങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു. ഈ ലൈഫ് മിഷനും പ്രയോറിറ്റികളുണ്ട്. പക്ഷെ പലപ്പോഴും ആ പ്രയോറിറ്റികൾ നടപ്പാക്കപ്പെട്ടിട്ടുണ്ടെന്ന് സംബന്ധിച്ചിട്ട് പല ആരോപണങ്ങളും വിമർശനങ്ങളും പലപ്പോഴായിട്ട് വന്നിട്ടുമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും ഈ ത്രിതല പഞ്ചായത്തിലേക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്നു. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ കാലം പറയുകയാണെങ്കിൽ ഈ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, പല ത്രിതല പഞ്ചായത്തിന്റെ മുഴുവൻ അധികാരം കവർന്നെടുക്കുന്ന പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വികേന്ദ്രീകരണം എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ പൊളിക്കുന്ന രീതിയിലുള്ള പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വീണ്ടും അങ്ങോട്ടൊരു അധികാരം ചെല്ലുമ്പോൾ അത് ചിലപ്പം ഒരുപക്ഷെ ഇത് ലൈഫ് മിഷനേക്കാളും ഗുണകരമാവുന്ന പദ്ധതികൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്കിത് എന്താണ് സംഗതി എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നിലവിൽ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കാണാൻ പറ്റുക. കാരണം വീണ്ടും ഗ്രാമസഭകൾ മുതൽ തുടങ്ങി ഉള്ളൊരു അധികാര സംവിധാനത്തിലേക്ക് ഒരു ഭവന പദ്ധതികൾ വരുമ്പോൾ അത് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഗതി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനെ അവരുദ്ദേശിക്കുന്നത് പോലെ സർക്കാർ ഇപ്പം മുന്നോട്ട് വച്ചിരിക്കുന്ന ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പം തന്നെ പല ആശങ്കകളും ഇങ്ങനൊരു പദ്ധതി ഇത്രയും കാലം അഭിമാന പദ്ധതിയായി കൊണ്ട് നടന്ന 10 വർഷം ഒരു വലിയ പദ്ധതി പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ അന്ന് മുതൽ ഒരു അഭിമാന പദ്ധതിയായി കൊണ്ടുവന്നൊരു സംഗതി പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ നിലനിൽക്കുന്ന ഒരുപാട് ആശങ്കകളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? പക്ഷെ ഇതിനെ നമുക്ക് കണ്ടത് ഇപ്പോൾ വേണി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കേരളയിൽ ഒരു അഭിമാന പദ്ധതിയായി കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അത് സർക്കാർ തന്നെ അത് ഉപേക്ഷിച്ച് പോയതാണ്. മുൻ സർക്കാർ തന്നെ അതിനെ വിളിച്ചെഴുതുന്നു വെച്ചാൽ അത് വിജ്ഞാപനം പോലെ വൃതാക്കിക്കൊണ്ട് അത് വേറെ തീരുമാനം വരുന്നു. അടുത്തൊരു അതായത് UDF വിമർശനം ഉന്നയിച്ചിരുന്ന എല്ലാ പദ്ധതികളിലും അവർ തിരുത്തിക്കൊണ്ട് വേറൊരു സംഗതി തുടങ്ങുകയാണ്. അതിനി എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. പക്ഷെ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമേ നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളൂ. നല്ല ഗുണങ്ങൾ പറയുന്നത് പോലെ തന്നെ നിരവധി ആശങ്കകളും അവിടെ നിലനിൽക്കുന്നുണ്ട്.